ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ളൊരു കപ്പയും ബോട്ടിയുമാണ്. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേലും നല്ലൊരു ടേസ്റ്റുള്ളൊരു ഇതാണ് കപ്പയും ബോട്ടിയും. പിന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമാകും, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ബോട്ടി മാത്രമുണ്ടെങ്കിലും നമ്മൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാം. ചോറിനൊപ്പം, പിന്നെ അപ്പം, ഇടിയപ്പം അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ബോട്ടിക്കറിയാണ്. റോസ്റ്റാണ്, കറിയല്ല, ബോട്ടി റോസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ളൊരിതാണ്. നമുക്ക് അപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടും നല്ലോണം പറ്റും. പിന്നെ പിന്നെ കപ്പയുടെ കൂടെ കഴിക്കാനും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 3 മീഡിയം സൈസ് സവാള പിന്നെ കനം കുറഞ്ഞ് കട്ട് ചെയ്തത് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. പിന്നെ ബോട്ടി കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ബോട്ടി പിന്നെ നല്ലതുപോലെ കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാനായി വെച്ചിട്ടുണ്ട്. പിന്നെ അത് അപ്പുറത്തെ ഇതിൽ വെന്ത് വരുമ്പോഴേക്കും നമുക്കിത് വഴറ്റിയെടുക്കണം. അതൊന്ന് നല്ലോണം വഴറ്റി വന്നപ്പം ഒരു തക്കാളി കനം കുറച്ച് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റി വരണം. പിന്നെ സവാളയൊക്കെ നല്ലതുപോലെ വഴറ്റി മാത്രമേ നല്ല ടേസ്റ്റുള്ളൊരു കറിയായി കിട്ടുള്ളൂ ഇത്. പിന്നെ അതിലേക്ക് നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി പിന്നെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവിക്കാൻ വെച്ചതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ 1 ടീസ്പൂൺ പിന്നെ മട്ടൻ മസാലയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കറി മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ പിന്നെ കുരുമുളക് പൊടിയാണ് ഇതിട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും കറി മസാലയും കൂടെ അതും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് പോലെ നല്ലതുപോലെ വഴറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം ബോട്ടി വേവിച്ചത് ഇട്ട് കൊടുക്കാനായിട്ട്. ബോട്ടി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ വൃത്തിയാക്കിയാണ് അവർ തരുന്നത്. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്നും കൂടെ ഉപ്പും വിനാഗിരിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. നല്ലതുപോലെ ഉരച്ച് കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറും. ഇത് മട്ടൻ്റെ ബോട്ടിയാണ്. എന്നിട്ട് പിന്നെ കഴുകി അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം വേണം കുക്കറിലിട്ട് വേവിക്കാനായിട്ട്. വെള്ളം ഒഴിക്കാതെ തന്നെ വേവിക്കണം. ഇതിന് വെള്ളം ഇറങ്ങി വരും. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. വെന്തില്ലെങ്കിൽ വയറിന് പിടിക്കില്ല. അതുകൊണ്ട് നല്ലതുപോലെ ഒരു 5-8 അടി വരെ കുക്കറിൽ വിസിൽ വരണം. എന്നാൽ മാത്രമേ നല്ലതുപോലെ ഇത് വേകുള്ളൂ. ഇത് വെന്തതിന് ശേഷം ഇതിലേക്ക് ഈ മസാലയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വെന്തതായതുകൊണ്ട് പിന്നെ വേകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ വഴറ്റി മസാലയൊക്കെ അതിൽ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പ ഉണ്ടാക്കാം. പിന്നെ കപ്പ ചെറിയ പീസായിട്ട് ചെറുതായി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകണം. കഴുകിയിട്ട് ഇതേപോലെ ചെറിയ പീസാക്കി ആണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണത്. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം പിന്നെ ഒരു കുക്കറിലിട്ടാണ് ഇത് വേവിക്കണത്. കുക്കറിൽ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കണം. പിന്നെ ഒരു 3 വിസിലടിക്കണം. ഒരു കുക്കറിൻ്റെതനുസരിച്ചാണ് കപ്പ വേകണത്. എന്നിട്ട് ഇതേപോലെ ആക്കിയിട്ട് ഇത് വേവിക്കാൻ വെക്കണം. ഇത് വെന്ത് കഴിയുമ്പം ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം പിന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കഴിയുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇഞ്ചി, പച്ചമുളകും കുറച്ച് നല്ല ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3-4 പച്ചമുളകും പിന്നെ ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകവും കൂടെ ഒതുക്കി എടുത്താൽ മതി. പിന്നെ മിക്സിയുടെ ജാറിലിട്ടൊന്ന്
ക്രഷ് ചെയ്തെടുത്താൽ മതി. അതും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ വെന്ത കപ്പ ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. കപ്പ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു വലിയ പാത്രത്തിലാണ് ഞാൻ ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് വെച്ച് ഞാനൊന്ന് ഉടച്ചു കൊടുക്കണേന്. കപ്പയൊക്കെ വെന്തതാണ്, എന്നാലും ഒന്ന് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണേന്. എല്ലാം ഫുള്ളും നല്ലതുപോലെ ഉടച്ചെടുക്കണ്ട. നമുക്ക് കഴിക്കാനായിട്ട് കപ്പ കിട്ടുന്ന രീതിയിൽ ഇച്ചിരി ഉടച്ചു കൊടുത്താൽ മതി. അപ്പോഴാണ് ബോട്ടിയും കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കപ്പയൊന്ന് പതുക്കനെ ഇത് വെച്ചിട്ടൊന്ന് ഉരുളക്കിഴങ്ങൊക്കെ പിന്നെ പൊടിക്കണ ഇതാണ്, അത് വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇത്രയും ഉടച്ചാൽ മതി. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കപ്പയുടെ മുകളിലൊക്കെ ഇങ്ങനെ, അത് വെറുതെ ഒരു അലങ്കാരത്തിന് വേണ്ടി ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യണേണ്. പിന്നെ ബോട്ടിക്കറി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത്. കപ്പയുടെ കൂടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഇതുപോലെ വീട്ടിൽ തന്നെ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ പുറത്തു പോയി കഴിക്കുന്നതിനേലും നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് കപ്പയും ബോട്ടിയും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.